നല്ല ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ചിക്കൻ മസാല, മുളക് പൊടി അതൊന്നും ഇടാത്തൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതൊന്നും കരിയാൻ പാടില്ല, അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊന്നും കരിയാതെ തന്നെ നല്ലപോലെ ഒന്ന് വറുത്തിട്ട് അത് ചൂടാറിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് സൈഡിലോട്ട് മാറ്റി വെച്ചോ. പിന്നെ നമ്മളൊരു ചട്ടി എടുക്കുന്നു, അതിലെന്ത് ചെയ്യാം, എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയും എന്ത് ചെയ്യാം, കുനുകുനാന്നരിയണം കേട്ടോ. നമ്മൾ ഈ മുട്ടയ്ക്കൊക്കെ അരിയണ പോലെ കുനുകുനാന്നരിഞ്ഞിട്ട് ആദ്യം ഈ എണ്ണയിൽ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു കളറ് മാറി ഒരു ഗോൾഡൻ ആ ഒരു കളറാകുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം കേട്ടോ. ഇവിടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചതച്ചിട്ടാട്ടോ ഇട്ട് കൊടുത്തിരിക്കണേ. പേസ്റ്റ് ഇടേണ്ടവർക്ക് പേസ്റ്റ് ഇടാം. അപ്പം നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ തക്കാളി ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ച മസാലയില്ലേ അത് ഇട്ട് കൊടുക്കണേ. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ആ എണ്ണയിൽ ആ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിനിടാൻ മറക്കരുത്. ഇവിടെ നമ്മൾ 1.5 കിലോ ചിക്കനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ചിക്കൻ വാഷ് ചെയ്തിട്ട് നേരെ ആ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മസാല ഫുള്ള് ആ ചിക്കനിലോട്ട് നല്ലപോലെ പിടിക്കണേ. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം പറയുന്നത്, വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ തിളയ്ക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം വരുന്ന ആ വെള്ളം വെച്ചിട്ടാട്ടോ നമ്മൾ ഈ ചിക്കൻ എന്ത് ചെയ്തിട്ടുണ്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവിനനുസരിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൽ കൂടിയും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ നെയ്ച്ചോറാട്ടോ വെച്ചിട്ടിരിക്കണേ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഒരുപാട് മസാലയൊന്നും ഇടാതെ സിമ്പിളായിട്ട് വെച്ച റെസിപ്പിയാണേ.